തിരുവനന്തപുരത്ത് ഏകദേശം 1200 വർഷം മുന്നേ ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നളന്ദ പോലെ ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ പഠിക്കാനെത്തി. ഇന്നത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 64ഓളം ഡിപ്പാർട്ട്മെന്റുകളും സബ്ജക്ട്സും പഠിപ്പിക്കുന്ന, വന്ന് താമസിക്കുന്ന ഒരു ഗുരുകുല സിസ്റ്റം. ഇതാണ് കാന്തല്ലൂർ ശാല. ഇത് കാന്തല്ലൂർ ശാലയുടെ ചരിത്രമാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചരിത്രകാരന്മാരുടെ ഇടയിലും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. 8ാം നൂറ്റാണ്ടിന്റെ തുടക്കം, പല ആൾക്കാരും പറയുന്നത് ആയി രാജവംശത്തിന്റെ സമയത്ത് വിഴിഞ്ഞത്താണ് കാന്തല്ലൂർ ശാല ഉണ്ടായിരുന്നത്. അവിടെ കടലിൽ നിന്നും ഈവൻ ശ്രീലങ്കയിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ പഠിക്കാൻ വന്നിരുന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് കരമന, കിള്ളിയാറിന്റെ തീരത്ത് വലിയ ശാല, ആര്യശാല, ചിന്നശാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വലിയ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത്. ഇത്രയും അധികം വിദ്യാർത്ഥികൾ കാന്തല്ലൂർ ശാലയിൽ വന്ന് നിന്ന് പഠിക്കണമെങ്കിൽ എത്ര വിശാലമാണ് ഈ യൂണിവേഴ്സിറ്റി എന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. 64 ഡിപ്പാർട്ട്മെന്റും സബ്ജക്ട്സും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്ര അധികം ടീച്ചർമാരും ഫാക്കൽറ്റികളും ഇതിനു വേണ്ടിയുള്ള ഡിസ്കഷൻ റൂമുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ആൾക്കാർ പഠിക്കാൻ വന്നിരുന്നത് വേദപഠനം, വേദം പഠിക്കാനും ഫിലോസഫി പഠിക്കാനും ആസ്ട്രോളജി പഠിക്കാനും ആസ്ട്രോണമി പഠിക്കാനും മെഡിസിൻ പഠിക്കാൻ വരെ ആൾക്കാർ ഇവിടെ വന്നിരുന്നു. പ്രധാനപ്പെട്ട ഡാൻസ്, ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക്, ഫൈൻ ആർട്സ്, പെയിന്റിംഗ് വരെ ഇവിടെ പഠിച്ചിരുന്നു. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് യുദ്ധകലകൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ യുദ്ധം പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. അമ്പും വില്ലും വാൾപ്പയറ്റും മല്ലയുദ്ധവും കുന്തയുദ്ധവും അങ്ങനെ ഒരുപാട് യുദ്ധമുറകൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. ഇവിടുത്തെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിൻ ആയിരുന്നു ഇന്ദ്രജാലം, മന്ത്രതന്ത്ര, ഭൂതതന്ത്ര കർമ്മ. ഇതെല്ലാം മാജിക്, സോർസറി, എക്സോർസിസം, പ്രേത, ഭൂത, ബാധ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു ഡിസിപ്ലിൻ ഇവിടെ കാന്തല്ലൂർ ശാലയിൽ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ കാന്തല്ലൂർ ശാല എങ്ങനെയാണ് നശിച്ചതെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ദിവസമല്ല. ചോള രാജാവായിരുന്ന രാജരാജ ചോളന്റെ സമയത്ത് ബാറ്റിൽ ഓഫ് കാന്തല്ലൂർ ശാല നടന്നു. ചോളപ്പട ഇവിടെ വന്ന് ചേര കപ്പലുകൾ കത്തിച്ചു, യൂണിവേഴ്സിറ്റിക്ക് തീയിട്ടു, ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. കാരണം ഇതൊരു വലിയ മിലിറ്ററി സെന്റർ ആയി മാറുന്നു എന്ന് പറയുന്ന ഒരു വാദം വളരെ പ്രസക്തമാണ്. ഇവിടെ മലൈ അലർക്കൽ എന്ന് പറയുന്ന ഇവിടുത്തെ ഹിൽ വാരിയർമാരെയെല്ലാം ഇവർ കൊന്നുകളഞ്ഞു. 8ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒരു ജൈൻ കൃതിയുണ്ട്, കുവളയമാല. അയോധ്യയിൽ നിന്നും ഒരു യുവരാജാവ് തൻ്റെ രാജകുമാരിയെ കണ്ടെത്താൻ വേണ്ടി കാടും മലയും താണ്ടി വിജയപുരി എന്നൊരു സ്ഥലത്തെത്തി. ചരിത്രകാരന്മാർ വിശ്വസിക്കുന്ന ഈ വിജയപുരി തന്നെയാണ് തിരുവനന്തപുരം അന്നത്തെ കാലത്ത്. ഇവിടെ രാജകുമാരിയെ അന്വേഷിച്ചു വന്ന ഇദ്ദേഹം കാന്തല്ലൂർ ശാലയിൽ പോയി ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും കോൺവെർസേഷൻ നടത്തുന്നതും അവിടെ ഡിസ്കഷൻ നടത്തുന്ന ഡിബേറ്റുകളെല്ലാം കണ്ടതായി ഈ കുവളയമാല പുസ്തകത്തിൽ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.